അസ്സലാമു അലൈക്കും. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച കോടാനുകണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ തന്നെ അനാഥനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യകുലത്തിന് മുഴുവൻ കാരുണ്യമായി കടന്നുവന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടേത് കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് കണ്ണീരും അതിജീവനും നിറഞ്ഞ ഒരു മഹാകാവ്യമാണ്. ജനനത്തിന് മുൻപേ നഷ്ടപ്പെട്ട തണൽ. അവിടത്തെ ജനനത്തിന് മുൻപേ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ തണൽ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്. ഉമ്മ ആമിന ബീവിയുടെ ഒരൊറ്റ പ്രതീക്ഷയായിരുന്നു ആ മകൻ. എന്നാൽ ആ തണലിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 6-ാം വയസ്സിലെ വിയോഗം. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സ്നേഹനിധിയായ ഉമ്മയും അവിടത്തെ തനിച്ചാക്കി ഈ ലോകത്ത് നിന്ന് യാത്രയായി. മദീനയിൽ നിന്നും മക്കയിലേക്കുള്ള അബവാ എന്ന മണലാരണ്യത്തിൽ വച്ച് ഉമ്മ മരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ഹൃദയം എത്രത്തോളം തകർന്നിട്ടുണ്ടാകും. ഉപ്പാപ്പയുടെ തണൽ. പിന്നീട് വളർത്തിയത് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബായിരുന്നു. എന്നാൽ 8-ാം വയസ്സിൽ ആ തണലും നഷ്ടമായി. അനാഥത്തിൻ്റെ കാരുണ്യം. എന്തുകൊണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യരെ അള്ളാഹു ഒരു അനാഥനായി വളർത്തിയത്? അതിലൊരു വലിയ അള്ളാഹുവിൻ്റെ തന്ത്രമുണ്ടായിരുന്നു. അനാഥരുടെ വേദന അറിയാൻ, ഒരു അനാഥൻ്റെ സങ്കടം, പട്ടിണിയും അവഗണനയും എന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പിന്നീട് ലോകത്തോട് അനാഥരുടെ തലയിൽ കൈവയ്ക്കുന്നവന് സ്വർഗമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ പ്രവാചകന് സാധിച്ചത്. സ്വർഗത്തിലെ സാമീപ്യം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ദാ ഇതുപോലെ അടുത്തിരിക്കും. ചൂണ്ടവിരലും നടുവിരലും അവിടുന്ന് ചേർത്ത് വച്ച് കാണിച്ചു തന്നു. സഹോദരങ്ങളെ, ഉപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്നിട്ടും ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ അവിടത്തേക്ക് കഴിഞ്ഞു. ഇന്ന് നമ്മളിൽ പലരും ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നു. എന്നാൽ പ്രവാചകൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് തണലുകൾ നഷ്ടപ്പെടുമ്പോഴല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർ പരാജയപ്പെടുന്നത് എന്നാണ്. അവിടുന്ന് അനാഥരായിരുന്നു, പക്ഷേ ലോകത്തിൽ മുഴുവൻ അനാഥരുടെയും അഭയകേന്ദ്രമായി മാറി. അവിടുത്തെ ജീവിതം നമ്മളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കൊച്ചു കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.